അടുത്തത് വരുന്നത് രജിസ്റ്റേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞു ഏറ്റവും സ്മോളസ്റ്റും ഫാസ്റ്റസ്റ്റ് മെമ്മറിയാണ്. 1 KB താഴെ മാത്രമേ അതിന്റെ സൈസ് വരുന്നുള്ളൂ. ആൻഡ് ഫാസ്റ്റസ്റ്റ് മെമ്മറിയാണ്. ദാറ്റ് ഈസ് 0.25 തൊട്ട് 0.5 നാനോ സെക്കൻഡ്സ് ആണ് അതിന്റെ ആക്സസ് ടൈം വരുന്നത്. അപ്പം ഇതിനകത്ത് they are located inside the CPU and also store the immediate data and instructions സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റേഴ്സിനകത്താണ്. രജിസ്റ്റേഴ്സ് തന്നെ 3 ടൈപ്പ് വരുന്നുണ്ട്. ജനറൽ പർപ്പസ് രജിസ്റ്റർ വരുന്നുണ്ട്, പിന്നീട് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് വരുന്നുണ്ട്, സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് വരുന്നുണ്ട്. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിനകത്താണ് നമ്മൾ ടെമ്പററി ആയിട്ട് ഡേറ്റ ഹോൾഡ് ചെയ്യുന്നതും നമ്മുടെ അത്തമെറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻസിന്റെ റിസൾട്ടുകൾ സ്റ്റോർ ചെയ്യുന്നതും ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിനകത്താണ്. അല്ലാതെ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം 3 എക്സാമ്പിളുകൾ പറയുന്നത് പ്രോഗ്രാം കൗണ്ടർ വരുന്നുണ്ട്, പിന്നീട് സ്റ്റാക്ക് പോയിന്റർ വരുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററുകൾ വരുന്നുണ്ട്. അപ്പൊ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് അടുത്ത ഇൻസ്ട്രക്ഷൻ എവിടെയാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിന്റെ അഡ്രസ്, മെമ്മറി അഡ്രസ് സ്റ്റോർ ചെയ്യുന്നത് പ്രോഗ്രാം കൗണ്ടറിലാണ്. സ്റ്റാക്ക് പോയിന്ററിൽ എവിടെയാണോ അടുത്ത മെമ്മറി ഡേറ്റ് എവിടെയാണ് നമ്മൾ വെക്കേണ്ടതെന്നുള്ളതിന്റെ മെമ്മറി അഡ്രസ് ട്രാക്ക് ചെയ്യുന്നത് സ്റ്റാക്ക് പോയിന്ററിലാണ്. ഒരു സ്റ്റാക്കിനകത്തായിരിക്കും നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പം അടുത്ത ലൊക്കേഷൻ എവിടെയാണ് വെക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് സ്റ്റാക്ക് പോയിന്ററാണ്. ലാസ്റ്റ് വരുന്നത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ്. നമ്മുടെ ഇപ്പൊ കറന്റ്ലി നമ്മൾ ഡീകോഡ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ, എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണോ അത് ഹോൾഡ് ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്തുമാണ്. അടുത്തത് വരുന്ന മൂന്നാമത്തെയാണ് സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ്. ചില കണ്ടീഷൻസ്, സെർട്ടൻ കണ്ടീഷൻസ്, ഇപ്പം പ്രോഗ്രാം കൗണ്ടറിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ടാവും. ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ആയിരിക്കും. ആ ഫ്ലാഗ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. സ്റ്റാറ്റസ് എന്താണ്, ഇപ്പോഴത്തെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്, ടു ട്രാക്ക് ദ സ്റ്റാറ്റസ് വി യൂസ് സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. അടുത്തത് ക്യാഷെ മെമ്മറിയാണ്. ക്യാഷെ മെമ്മറിക്കകത്ത് സ്മോൾ ഹൈ സ്പീഡ് മെമ്മറിയാണ് ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മെയിൻ മെമ്മറി എന്നുള്ള ഡേറ്റ ഫ്രീക്വന്റ്ലി ആക്സസ് ചെയ്യുന്ന ഡേറ്റയുടെ കോപ്പീസ് ഒക്കെയാണ് ക്യാഷെ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പം നമുക്ക് മെയിൻ മെമ്മറിക്കകത്ത് നിന്ന് ആക്സസ് ചെയ്യുക, ഡയറക്റ്റ്ലി ആക്സസ് ചെയ്തുകൂടെ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പം മെയിൻ മെമ്മറിക്കകത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ട് സ്ലോവർ, ഇച്ചിരി കൂടെ പാടാം. അപ്പം നമ്മൾ നേരത്തെ ഹൈറാർക്കി പറഞ്ഞപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻ മെമ്മറിയുടെ ടൈം എടുക്കുന്നത് 80 to 250 നാനോ സെക്കൻഡ്സ് ആണ് ആക്സസ് ചെയ്യാനുള്ള ടൈം എടുക്കുന്നത്. പക്ഷെ ക്യാഷെ മെമ്മറിക്കകത്ത് 0.5 to 25 നാനോ സെക്കൻഡ്സിൽ കാര്യങ്ങൾ നടക്കും. അപ്പം കൂടുതൽ സമയം എടുക്കുന്നത് എന്തായിരിക്കും, മെയിൻ മെമ്മറിയിൽ നിന്ന് എടുക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രീക്വന്റ്ലി ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഡേറ്റ ഉണ്ടെങ്കിൽ അത് ഒരു മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക് പോകേണ്ട സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. സോ ആ ടൈം നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്പറേഷൻസിന് യൂസ് ചെയ്യാം. അപ്പം അവിടെ ടൈം സേവിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പൊ അടുത്തെന്ന് പറഞ്ഞിട്ട് റെഡ്യൂസ് ദി ഓവറോൾ ടൈം ടേക്കൺ ബൈ ദ CPU. അപ്പൊ അടുത്ത പോയിന്റ് എന്നതാണ് ടു ആക്സസ് ദ മെമ്മറി ആൻഡ് ടു എക്സിക്യൂട്ട് ദി ഇൻസ്ട്രക്ഷൻസ്. ഇപ്പൊ ഡേറ്റ CPU-ന് ആവശ്യം വരുമ്പോൾ എന്തെങ്കിലും ഇറ്റ് ഫസ്റ്റ് ചെക്സ് ക്യാഷെ നോക്കും. ക്യാഷിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എടുക്കുകയും ഇല്ലാത്ത പക്ഷം മാത്രമാണ് മെയിൻ മെമ്മറിയിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ട് എങ്ങനെയാണ് ഈ ക്യാഷയുടെ കൺസെപ്റ്റ് വർക്ക് ആവുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒരു ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് നമ്മൾ വെച്ചിട്ടുണ്ടാവും. ഇപ്പം സെയിം ഐറ്റംസ് അല്ലെങ്കിൽ നിയർ ബൈ ഐറ്റംസ്, നമുക്ക് അടുത്ത് ആക്സസ് ചെയ്യേണ്ട ഐറ്റംസിന്റെ ഒരു റെഫറൻസ് നമ്മൾ എപ്പോഴും ക്യാഷയിൽ നമ്മൾ വെച്ചിട്ടുണ്ടാവും. അതനുസരിച്ചാണ് എന്ത് ചെയ്യുക, ഇതിന്റെ കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞ ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കിപ്പം ഒരു സാധനം നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചു നോക്കുക. നിങ്ങൾ മീശമധവൻ മൂവിക്കകത്ത് സ്വർണം പൈസ കുഴിച്ചിടുന്ന ഒരു സീനുണ്ട്. അതിന് മണ്ടയ്ക്ക് നമ്മളൊരു പ്ലാവിന്റെ തൈയും കൊണ്ടുവെക്കും. അപ്പൊ എന്താ വെക്കുന്നത്, ഇത് ഇന്ന സ്ഥലത്തിന്റെ താഴെയാണ് ഈ പൈസ കുഴിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റാണ്. അതേപോലെയാണ് എത്തും ഒരു റെഫറൻസ്, ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടാവും. എവിടെയാണ് അതിനടുത്താണ് നമ്മുടെ ഐറ്റം ഇരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് താഴെയാണ് നമ്മുടെ ഐറ്റം സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു റെഫറൻസ് ആണ് ഈ ക്യാഷെ എന്ന് പറയുന്ന കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള കാരണം തന്നെ. ഓക്കെ, അപ്പം അടുത്തത് വരുന്നത് ക്യാഷയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്യാഷയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പം എക്സ്ട്രീംലി ഫാസ്റ്റ് മെമ്മറി ആണെന്ന് നമ്മൾ പറഞ്ഞു. മെയിൻ മെമ്മറിയേക്കാളും എക്സ്ട്രീംലി ഫാസ്റ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ റാമിനും സിപിയുവിനും ഇടയ്ക്കുള്ള പ്രൈമറി മെമ്മറി റാം ആണ്. പ്രൈമറി മെമ്മറിക്കും
CPU ഇടയ്ക്കുള്ള ഒരു ബഫർ സോൺ ആയിട്ടാണ് എന്ത് ആക്ട് ചെയ്യുന്നത്, കാഷെ മെമ്മറി സ്റ്റോർ ആക്ട് ചെയ്യുന്നത്. എക്സ്ട്രീംലി ഫാസ്റ്റ് മെമ്മറി. അപ്പം ഡയറക്റ്റ് ഇങ്ങ് വരെ പോകുന്നതിന് പകരം CPU-ന് ഇങ്ങ് വരെ പോയാൽ മതി, കാഷെ മെമ്മറി വരെ പോയാൽ മതി. മനസ്സിലായോ? ഇപ്പം ഇവിടെ പറയുന്നുണ്ട് നമ്മൾ ഫ്രീക്വന്റ്ലി റിക്വസ്റ്റ് ഡേറ്റ ഒക്കെയാണ് കാഷെ മെമ്മറി സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ടു ദ CPU വെൻ നീഡഡ്. മെയിൻ മെമ്മറിയെക്കാളും കോസ്റ്റ്ലിയർ ആണ്, ബിക്കോസ് പക്ഷെ CPU രജിസ്റ്റേഴ്സിനേക്കാളും എക്കണോമിക്കലും കൂടിയാണ്. ആൻഡ് ദേ യൂസ് ടു സ്പീഡ് അപ്പ് ദ പ്രോസസിംഗ് ആൻഡ് ടു സിങ്ക്രണൈസ് വിത്ത് ദ ഹൈ സ്പീഡ് CPU. അടുത്തത് വരുന്നത് കാഷെ മെമ്മറി തന്നെ ഡിഫറെന്റ് ടൈപ്സ് ആണ്, ബേസ്ഡ് ഓൺ ലെവൽസ് ബേസ് ചെയ്തിട്ടാണ്. എന്ന് വെച്ചാൽ അക്സസിബിലിറ്റിയും ഡിജിറ്റൽ സിസ്റ്റത്തിനുള്ള പ്രോസസിംഗ് എലമെന്റുടെ ക്ലോസ്നെസ്സും ഒക്കെ ബേസ് ചെയ്തിട്ട് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ 3 ലെവലുകളായിട്ടാണ്. ലെവൽ 1 എന്ന് പറയുന്ന കാഷെ മെമ്മറി ഇസ് കോൾഡ് പ്രൈമറി കാഷെ മെമ്മറി ആൻഡ് ദേ ആർ ദ ഫാസ്റ്റസ്റ്റ് വൺ. ആൻഡ് ഏറ്റവും ചെറിയ സൈസിലുള്ളത് ഇതായിരിക്കും. ആൻഡ് മെയിൻലി യൂസ് ചെയ്യുന്ന പ്രോസസർ ചിപ്പിനകത്ത് യൂസ് ചെയ്യുന്നതാണ് ഇൻ ദ ഫോം ഓഫ് CPU കാഷെ എന്ന് പറയും. ലെവൽ 2 എന്ന് പറയുന്നത് സെക്കൻഡറി കാഷെ മെമ്മറി, ഇച്ചിരി കൂടെ കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ പ്രോസസിംഗ് സ്പീഡ് കുറവായിരിക്കും. ഇനി നമ്മൾ ഒന്നെങ്കിൽ CPU കാഷെ പോലെ തന്നെ പ്രോസസറിനകത്ത് തന്നെ ഈ ചിപ്പ് യൂസ് ചെയ്യാം, അല്ലാതെ ഇറ്റ് ക്യാൻ ബി എ സെപ്പറേറ്റ് ചിപ്പ് ഓൾസോ. അടുത്തെന്ന് പറയുന്നത് മൂന്നാമത്തെ കാഷെ ലെവലാണ്. ലെവൽ 3 കാഷെ മെമ്മറി വരുന്നത് സ്പെഷ്യലൈസ്ഡ് കാഷെ മെമ്മറി ആണ്. സോ യൂസ് ടു എൻഹാൻസ് ദ പെർഫോമൻസ് ഓഫ് L1 ആൻഡ് L2. ആൻഡ് ഇത് രണ്ടിനേക്കാളും ഒബ്വിയസ്ലി മെമ്മറി കപ്പാസിറ്റി കൂടുതലാണ്, ആൻഡ് ഓൾസോ സമയവും കൂടുതലായിരിക്കും, ആക്സസ് ടൈമും കൂടുതലായിരിക്കും. സോ ഇറ്റ്സ് സ്ലോവർ ദാൻ L1 ഓർ L2. ഓക്കെ, അപ്പം ഈ 3 ലെവൽസ് ഓഫ് കാഷെ മെമ്മറി നമ്മൾ പറഞ്ഞു. എന്തിനാണ് കാഷെ മെമ്മറി യൂസ് ചെയ്യുന്നുള്ള അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളതാണ് അടുത്തത്. അഡ്വാൻറ്റേജസ് വരുന്നത് ഫാസ്റ്റർ ഡേറ്റ ആക്സസ് ആണ് കാഷെ മെമ്മറി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ആക്സസ് ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പ്രൈമറി മെമ്മറി വരെ പോകുന്ന സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തെന്ന് പറയുന്നത് ഡിപ്പെൻഡൻസി ഓൺ ദ സ്ലോവർ പ്രൈമറി മെമ്മറി മിനിമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് മെമ്മറി ലാറ്റൻസി റെഡ്യൂസ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റ് അറ്റ് ദ സെയിം സ്പീഡ് ആസ് ദ CPU-ന്റെ സെയിം ക്ലോക്ക് സ്പീഡിൽ കാഷെ മെമ്മറി വർക്ക് ചെയ്യും. ആൻഡ് ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ് ബിറ്റ്വീൻ ഹൈ സ്പീഡ് എക്സ്പെൻസീവ് കാഷെ മെമ്മറി ആൻഡ് ദ ലോ സ്പീഡ് ചീപ്പ് മെയിൻ മെമ്മറി ഉള്ള ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാഷെ മെമ്മറി യൂസ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജസ് വരുന്നത് ഒബ്വിയസ്ലി സ്റ്റോറേജ് കപ്പാസിറ്റി തന്നെയാണ്. നമ്മൾ പറഞ്ഞല്ലോ 16 MB താഴെ മാത്രമാണ് എന്ത് വരുന്നത്, കാഷെ മെമ്മറി വരുന്നത്. ആൻഡ് ഇറ്റ് കനോട്ട് ഹോൾഡ് എല്ലാ ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് എക്സ്പെൻസീവ് ആണ് ഡിസൈനിന്റെ കാരണം ഓവറോൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ആയിരിക്കും വരുന്നത്. ആൻഡ് നമുക്ക് ആവശ്യമില്ലാത്ത ഡേറ്റ വരെ നമ്മൾ ചിലപ്പം ഇതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് കാരണം കാഷെ പൊല്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. may occur when irrelevant data is stored in the cache memory and there is no enough space for the useful data. ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും വരുന്നത്. ഓക്കെ, അടുത്തത് വരുന്നത് റാം ആണ്, ദാറ്റ് ഈസ് റാൻഡം ആക്സസ് മെമ്മറി. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ടെമ്പററി ആയിട്ട് മാത്രമേ ഡേറ്റ സ്റ്റോർ ചെയ്യത്തുള്ളൂ. പവർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ ഈ മെമ്മറിയും പേപ്പറൈസ് ആയി പോകും. അതുകൊണ്ട് തന്നെ ഇതിനെ വോളറ്റൈൽ മെമ്മറി എന്ന് നമ്മൾ പറയാം. അപ്പൊ കമ്പ്യൂട്ടറിന്റെ വോളറ്റൈൽ മെമ്മറിയാണ് റാം. ആൻഡ് ദേ സ്റ്റോർ ദ ഡേറ്റ ടെമ്പററിലി, ഹെൻസ് പവർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ റാം ഗെറ്റ്സ് ഇറൈസ്ഡ്. പ്രൈമറി അല്ലെ ടെമ്പററി മെമ്മറി എന്ന് വിളിക്കുന്നു. ഇറ്റ്സ് ഓൾസോ കൺസിഡർഡ് ആസ് റീഡ് ഓർ റൈറ്റ് മെമ്മറി. ആൻഡ് ദ ഡേറ്റ ആക്സസ് ഇതിനകത്ത് എങ്ങനെയാണ് റാമിനകത്ത് ഡേറ്റ ആക്സസ് ചെയ്യുന്നത്, റാൻഡം ആയിട്ടാണ്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു നമുക്ക് പ്രീവിയസ് ലൊക്കേഷൻ അറിഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് അടുത്ത ലൊക്കേഷൻ അറിയണമെന്നില്ല. നമുക്ക് ഏത് ലൊക്കേഷൻ എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം, റാൻഡം ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇന്ന ഓർഡറിലായിരിക്കണം മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യേണ്ടതെന്ന് ഇതിനകത്തില്ല. അതുകൊണ്ടാണ് ദിസ് കോൾഡ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. ആൻഡ് ദ സ്പീഡ് ആൻഡ് പെർഫോമൻസ് ഓഫ് ദ സിസ്റ്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സൈസ് ഓഫ് ദ റാം. ആൻഡ് ദിസ് പോയിന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, once we start the computer, നമ്മൾ എന്താ ചെയ്യുക, സിസ്റ്റത്തിന്റെ നെസസറി ആയിട്ടുള്ള ഫയൽസ്, പ്രോഗ്രാമിംഗ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ്, ഇതെല്ലാം ആദ്യം റാമിലേക്ക് ലോഡ് ചെയ്യുകയും ദാറ്റ് ഈസ് അത് പിന്നീട് നമ്മൾ ആക്സസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് അല്ലെങ്കിൽ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള പെർഫോമൻസിന് എന്ത് വേണം, റാമിന്റെ ആവശ്യകതയുണ്ട്. ആൻഡ് ദ മോർ റാം എ കമ്പ്യൂട്ടർ ഹാസ്, മോർ മൾട്ടി ടാസ്കിംഗ് ആണ് ഇതിനുള്ളത്. അപ്പൊ അതവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ക്യാൻ ഹാൻഡിൽ മൾട്ടി ടാസ്കിംഗ് ആൻഡ് ദ ഫാസ്റ്റർ ഇറ്റ് ക്യാൻ റൺ ദി ആപ്ലിക്കേഷൻസ്.
ആൻഡ് നമുക്ക് വേഗം ആക്സസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഇങ്ങനെ വേഗം ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. അപ്പൊ മൾട്ടി ടാസ്കിങ് ആയാലും ഡിഫറെന്റ് സൈമൾട്ടേനിയസ് ആയിട്ട് ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യാനാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റാമിന്റെ സൈസ് കൂടുതലാണെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ് ബെറ്റർ. അടുത്ത് റാമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് തന്നെ അതാണ്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് മൾട്ടി ടാസ്കിങ് ആണ്. അപ്പം റാം ഡസ് മൾട്ടി ടാസ്കിങ് ആൻഡ് ഫാസ്റ്റ് എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് പ്രോഗ്രാം. എന്തുകൊണ്ട്, എങ്ങനെയാ, സൈസ് വെച്ചിട്ടാണ്. റാമിന്റെ സൈസ് ബേസ്ഡ് ആണ് അങ്ങനെ സംഭവിക്കുന്നത്. ആൻഡ് സിസ്റ്റം ക്രാഷ് ആവാതിരിക്കാൻ, ഇന്റൻസീവ് ആയിട്ടുള്ള ടാസ്കിന്റെ സമയത്ത് സ്ലോ ഡൗൺ ആവാതിരിക്കാൻ, ലൈക് ക്രാഷസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് റാം ഹെൽപ്പ് ചെയ്യും. അതാണ് ടു പ്രിവെന്റ് ദ സിസ്റ്റം ക്രാഷസ്. അത് ഹൈ പെർഫോമൻസ് നമ്മൾ പറഞ്ഞു, ഗെയിമിംഗ് അല്ലെങ്കിൽ വിഷ്വൽ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ നമുക്ക് റാമിന്റെ സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആൻഡ് വി ക്യാൻ ഡു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും. അടുത്തത് സിസ്റ്റം സപ്പോർട്ട് ആണ്, ലൈക് റൈസ് ഓപ്പറേഷൻസ്. ദെൻ അഡീഷണൽ റാം വേണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ആഡ് ഓൺ. ആൻഡ് ഫാസ്റ്റർ ആയിട്ടുള്ള ഡേറ്റ ആക്സസിങ് ആണ് ദാൻ സെക്കൻഡറി സ്റ്റോറേജ്. പിന്നീട് സെക്കൻഡറി സ്റ്റോറേജ് SSD HDD വെച്ച് നോക്കുമ്പോൾ ഫാസ്റ്റർ. കോസ്റ്റ് വരുമ്പോൾ SSD ഒന്നും അത്രയും കോസ്റ്റ് അല്ല, ബട്ട് ഇച്ചിരി കൂടെ എക്സ്പെൻസീവ് ആണ്. നമ്മൾ വരുമ്പോൾ രജിസ്റ്റേഴ്സ് SRM ഒക്കെ വരുമ്പോൾ ഇറ്റ്സ് ബിറ്റ് കുറവാണ്, കോസ്റ്റ് കുറവാണ്. SSD വരുമ്പോഴും SSDയേക്കാളും കോസ്റ്റ്ലി ആണ്, അത്രയും കോസ്റ്റ്ലി അല്ല റാം വരുന്നത്. ഓക്കെ, ഇനി റാം തന്നെ രണ്ട് ടൈപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞു. SRM ഉണ്ട്, DRM ഉണ്ട്. ഈ റാമിനകത്ത് നമ്മൾ പറയുമ്പോൾ എന്താ, സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞിരുന്നു ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ടാണ് SRM വർക്ക് ചെയ്യുന്നത്. അപ്പം ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറിയാണ് സ്റ്റോറേജ് വരുന്നത്. ആൻഡ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് 6 ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 6 ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്താണ് ഫ്ലിപ്പ് ഫ്ലോപ്സ് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ സെമി കണ്ടക്ടർ മെമ്മറി എന്നും പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഓരോ ബിറ്റും ഇതിന് നമ്മൾ ലാച്ച് യൂസ് ചെയ്താൽ പറയാം. ഫ്ലിപ്പ് ഫ്ലോപ്സ് വരുന്നുണ്ട്, ലാച്ചസ് വരുന്നുണ്ട്. അപ്പൊ ലാച്ചി സർക്യൂട്ട്സ് ബേസ് ചെയ്തതായതുകൊണ്ട് ഓരോ ബിറ്റാണ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. നിങ്ങളത് ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ ഡിസൈൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ മനസ്സിലാവും. ഈ പോയിന്റ് ഇപ്പൊ ഓർത്ത് വെക്കുക. SRM നമ്മൾ യൂസസ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഫോർ ദ സ്റ്റോറേജ് ആൻഡ് യൂസസ് ദ ബൈസ്റ്റേബിൾ രണ്ട് സ്റ്റേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ബൈസ്റ്റേബിൾ ലാച്ചിങ് സർക്യൂട്ടറി വരുന്നത്. ആൻഡ് ദിസ് ഈസ് കോമൺലി യൂസ് CPU ക്യാഷെ. ലെവൽ 1 ക്യാഷെ ആയിട്ട് യൂസ് ചെയ്യുന്നത് SRM ആണ്. ലെവൽ 1 നമ്മൾ പറഞ്ഞായിരുന്നു CPU ക്യാഷെ ആയിട്ട് യൂസ് ചെയ്യും. ലെവൽ 2 വരുന്നത് വേണമെങ്കിൽ CPU ക്യാഷയുടെ ഒപ്പം ചെയ്യാം, അല്ലാതെ സെപ്പറേറ്റ് ചിപ്പ് ചെയ്യാം. ലെവൽ 3 വരുന്നതാണ് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യലൈസ്ഡ് ക്യാഷെയാണ് ലെവൽ 3 വരുന്നത്. അപ്പൊ ലെവൽ 1 ആയിട്ട് യൂസ് ചെയ്യുന്നത് SRM ആണ്. ഇനി it stores the data in the latch as long as the computer is on. കമ്പ്യൂട്ടർ എത്ര നേരം ഓൺ ആണോ അത്രയും നേരം ലാച്ചിനകത്ത് ഈ ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത് വരുന്നതാണ് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. ദാറ്റ് വർക്ക്സ് ആസ് ദ മെയിൻ മെമ്മറി ഓഫ് ദ സിസ്റ്റം. ആൻഡ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് കപ്പാസിറ്റേഴ്സിനകത്താണ്. ആൻഡ് ഇതിനകത്ത് നമ്മൾ ഒറ്റ ട്രാൻസിസ്റ്റർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ 6 ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നിടത്ത് ഇവിടെ ഒറ്റ ട്രാൻസിസ്റ്റർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് നമ്മൾ ഈ കപ്പാസിറ്ററിനകത്ത് ചാർജ് ഡിസ്ചാർജ് ചെയ്യുന്നതും ചാർജ് ആവുന്നതും അനുസരിച്ചാണ് മെമ്മറി സ്റ്റോറേജ് വരുന്നത്. ആൻഡ് അപ്പൊ കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് it stores the data for a short period even when the computer is powered on, and the data can be read and when written constantly നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും ചാർജിങ് ഡിസ്ചാർജിങ് നടക്കുന്നതുകൊണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് നോക്കാം. ഇത് വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പം SRM-ഉം റാമും വരുമ്പം എക്സ്പെൻസീവ് ആയിട്ടുള്ളത് SRM ആണ്. കാരണം ഇതിന്റെ കമ്പോണൻസ് ഇച്ചിരി കൂടെ കൂടുതലാണ്. 6 ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതിന്റെ പവർ എഫിഷ്യൻസി അത്രയും ഇല്ല. എന്നുവെച്ചാൽ ഇറ്റ് റിക്വയർസ് മോർ പവർ ദാൻ DRM. ആൻഡ് ഇറ്റ് റെഗുലർ ആയിട്ടുള്ള പവർ സപ്ലൈ വേണം. നമ്മളിവിടെ പറഞ്ഞിരുന്നു കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുന്ന സമയത്ത് അത്രയുമാണ് ഈ ലാച്ചിൽ ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലർ പവർ സപ്ലൈ ആവശ്യമുണ്ട്. പക്ഷെ DRM വരുമ്പം ദേ ആർ ഇൻഎക്സ്പെൻസീവ്, സോ മോസ്റ്റ്ലി അവൈലബിളും DRM ആണ്. ആൻഡ് ഇതിനെ നമ്മൾ SRM പറഞ്ഞായിരുന്നു മോർ ട്രാൻസിസ്റ്റേഴ്സ് വേണം, ദാറ്റ് ഈസ് 6 ട്രാൻസിസ്റ്റേഴ്സ് പെർ ഡേറ്റ ബിറ്റ്. മറ്റേത് വരുമ്പം 1 ട്രാൻസിസ്റ്റർ പെർ ഡേറ്റ ബിറ്റ് ആണ്. SRM-നകത്ത് ഫാസ്റ്റർ ദാൻ DRM, മറ്റേത് സ്ലോവർ ദാൻ SRM. DRM ആണ് സ്ലോവർ.
അടുത്തത് വരുന്നത് സ്റ്റോറിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ നോട്ട് പോസിബിൾ ഇൻ SRM ബിക്കോസ് അതിന് ഒത്തിരി ചിപ്പുകൾ ആവശ്യം വരും. അപ്പം അതുകൊണ്ട് തന്നെ ലോ സ്റ്റോറേജ് കപ്പാസിറ്റി, മെമ്മറി സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് SRM-ന്. പക്ഷെ DRM വരുമ്പം DRM-ന് ലാർജ് മെമ്മറി സ്പേസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. നമ്മൾ പറഞ്ഞാൽ ഇത് 16 GB, ഇത് 16 MB. ഓക്കെ, ഇനി യൂസർ ക്യാഷെ മെമ്മറി ആയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? SRM യൂസ് ചെയ്യുന്നത്. DRM മെയിൻ മെമ്മറി ആയിട്ടാണ് യൂസ് ചെയ്യുക. ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് വെർച്വൽ മെമ്മറിയാണ്. വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത് മെമ്മറി മാനേജ്മെന്റ് ടെക്നിക്കാണ്. നമുക്കിപ്പം നമ്മൾ പറഞ്ഞു 16 GB RAM ആണ് ഉള്ളത്. പക്ഷെ ഈ 16 GB RAM അല്ലാതെ എനിക്ക് CPU-ന് വലിയൊരു പ്രോഗ്രാം വന്നിരിക്കുകയാണ്. 16 GB കൂടുതൽ 20 GB ആണെന്ന് വെച്ചോ. അപ്പം ഈ ഫുൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഒന്നിനും റാമിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ, മെയിൻ മെമ്മറിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബാക്കി കമ്പ്യൂട്ടറിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ബാക്കി പ്രോസസ്സുകൾ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറി ഇല്ല. അല്ലെങ്കിൽ ഫുൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ലോഡ് ആയിക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബാക്കി കുറച്ച് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹാർഡ് ഡിസ്കുകൾ യൂസ് ചെയ്യും. HDD യൂസ് ചെയ്തിട്ട് ഫുൾ 16 GB റാമിനെ യൂസ് ചെയ്യാതെ ഇതിന്റെ ഒരു 10 GB യൂസ് ചെയ്തെന്ന് വെച്ചോ. ബാക്കി 20 GB പ്രോഗ്രാം ആണ് എങ്കിൽ 10 GB റാമിലും ബാക്കി 10 GB HDD-യിലും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പക്ഷെ നമ്മൾ പറയുന്നത് റാമിനകത്താണ് സ്റ്റോർ ചെയ്യുന്നതെന്നാണ്. അപ്പം ഒരു ഫിസിക്കൽ റാമിനേക്കാളും നമുക്ക് മെമ്മറി അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെമ്മറി മാനേജ്മെന്റ് ടെക്നിക്കാണ് എന്താ വെർച്വൽ മെമ്മറി. വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ വേർഡ് തന്നെ അതാണ്. സോ വെർച്വൽ, ലൈക്ക് ശരിക്കും നമ്മൾ വിചാരിക്കുന്നത്, പ്രോഗ്രാമർ വിചാരിക്കുന്നത് റാമിനകത്താണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നാണ്. പക്ഷെ ആക്ച്വലി അല്ല. ശരിക്കും നമുക്ക് ഹൈ മെമ്മറി ആവശ്യമുള്ളപ്പം നമ്മൾ സെക്കൻഡറി സ്റ്റോറേജിനും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ ഹൈ മെമ്മറി ഉണ്ട് എന്ന് നമ്മളൊരു ഡിസെപ്ഷൻ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വെർച്വൽ മെമ്മറി ക്യാൻ ഗീവ് ദ പ്രോഗ്രാമേഴ്സ് എ ഡിസെപ്ഷൻ, എ ഇല്യൂഷൻ that they have high memory, although the computer has very small main memory ഉള്ളെങ്കിൽ പോലും. അപ്പം അതാണ് നമ്മൾ വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. വെർച്വൽ മെമ്മറി ഈസ് എ മെമ്മറി മാനേജ്മെന്റ് ടെക്നിക് that allows a computer to run programs larger than the available physical RAM by using a part of the secondary storage as if it were a main memory. അടുത്തത് ഹൗ ഡസ് വെർച്വൽ മെമ്മറി വർക്ക്സ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ദാറ്റ് ഈസ് മെമ്മറി പേജിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കിലൂടെയാണ് നമ്മൾ സിസ്റ്റം റൺസ് ഔട്ട് ഓഫ് ദി ഫിസിക്കൽ റാം. ദാറ്റ്സ് ഫിസിക്കൽ റാം എന്ന് പറയുന്നത് നമ്മുടെ റാം ആണ്, മെയിൻ മെമ്മറിയാണ്. അത് റൺ ഔട്ട് ചെയ്യുമ്പം ഇറ്റ് ഷിഫ്റ്റ്സ് ഡേറ്റ ഇൻറ്റു ലൈക്ക് ഡേറ്റ നമ്മൾ പല പേജസ് ആക്കി മാറ്റും, ഫ്രെയിമുകളാക്കി മാറ്റും. ആൻഡ് ഡേറ്റ ഇസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെന്റ് പേജസ്. നമ്മൾ യൂസ് ചെയ്യാത്ത, നമ്മൾ ആക്റ്റീവ്ലി ഇപ്പൊ യൂസ് ചെയ്യാത്ത ബാക്കി പേജസ് എല്ലാം കൂടെ ഹാർഡ് ഡിസ്കിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പം ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പേജിങ് എന്ന് പറയുന്നത്, ലൈക്ക് സ്വാപ്പിംഗ് എന്ന് നമ്മൾ പറയുക. അപ്പം when the system runs out of a physical RAM, it shifts the data that is not actively being used are shifted into a reserved space in the disk, and that's called page file, and this process is known as പേജിങ് അല്ലെങ്കിൽ സ്വാപ്പിംഗ് എന്ന് പറയും. അപ്പൊ സ്വാപ്പിംഗ് എന്ന് പറയുന്നത് ആസ് നമുക്ക് ഒത്തിരി മെമ്മറി ആവശ്യം വരുമ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് വേണ്ട മെമ്മറി റാമിലും ഈ ഡിസ്കിലുമായിട്ട് എന്ത് ചെയ്യും? സ്വാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പം ഇത് വിത്തൗട്ട് അവർ നോളജ്, നമുക്ക് കമ്പ്യൂട്ടർ നമ്മുടെ യൂസേഴ്സിന് അറിയില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇതിന്റെ പ്രോസസ് വളരെ സീംലെസ് ആയിട്ട്, വളരെ ഈസി ആയിട്ട് ഈ സംഭവം എക്സിക്യൂട്ടും ചെയ്യുന്നുണ്ടാവും. അപ്പം ദിസ് എൻഷുർസ് ദാറ്റ് ദ റാം റിമെയിൻസ് അവൈലബിൾ ഫോർ ആക്റ്റീവ് ടാസ്ക് ആൻഡ് പ്രോഗ്രാംസ്. അതാണ് വെർച്വൽ മെമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നൊരു കാര്യമുണ്ട്. അപ്പം 2 ടൈപ്പ് ഓഫ് അഡ്രസ്സസ് യൂസ് ചെയ്യുന്നുണ്ട്, വെർച്വൽ അഡ്രസ്, ഫിസിക്കൽ അഡ്രസ്. അപ്പം CPU-ന് നമ്മൾ വെർച്വൽ അഡ്രസ്സസ് ആയിരിക്കും ആദ്യം അക്സസിബിൾ ആയിട്ടുള്ളത്. മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്. ദേ മാപ്പ് ഈ വെർച്വൽ അഡ്രസ് കറക്റ്റ് ആയിട്ട് റാമിനകത്ത് എവിടെയാണോ എന്ന് നോക്കും. അത് ഫിസിക്കൽ അഡ്രസ്സസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് റാം എവിടെയാണെന്ന് നോക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റ അല്ലെങ്കിൽ പ്രോഗ്രാം ആക്സസ് ചെയ്യുന്നത്. അപ്പം ആദ്യം CPU-ന് ആക്സസിബിൾ ആയിട്ടുള്ളത് വെർച്വൽ അഡ്രസ്സസ് ആയിരിക്കും. CPU യൂസ് ചെയ്യുന്നത് വെർച്വൽ അഡ്രസ്സസ് ആണ്. അത് മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് എന്ത് ചെയ്യും? ദേ കൺവേർട്ട് ഇറ്റ് ഇൻറ്റു ഫിസിക്കൽ അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഫിസിക്കൽ അഡ്രസ്സസ് എന്ന് പറയുന്നതാണ് ശരിക്കുള്ള മെയിൻ മെമ്മറിക്കകത്തുള്ള അഡ്രസ് എന്ന് പറയുന്നത്. അതാണ്
ആ മെമ്മറി മാപ്പ് ചെയ്തിട്ട് കറക്റ്റ് പേജ് മാപ്പ് എന്നാ പറയാ, നമുക്ക് വേണ്ട മെമ്മറീസ്, നമുക്ക് വേണ്ട പേജസിനെ, നമുക്ക് വേണ്ട ഡേറ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് പേജസ് ആക്കും. ഈ കറക്റ്റ് ആയിട്ടുള്ള പേജ് മാപ്പ് ചെയ്തെടുത്ത് ഇത് മെയിൻ മെമ്മറിയാണ്. മെയിൻ മെമ്മറിക്കകത്തും ഡിസ്കിനകത്തുമായിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പൊ മെമ്മറിക്കകത്തുള്ളത് മെയിൻ മെമ്മറിക്കകത്ത് ആക്സസ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകും. ഹാർഡ് ഡിസ്കിൽ നിന്ന് വേണ്ടത് അതുകൊണ്ട് ആക്സസ് ചെയ്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കും. അപ്പം ചിലപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ സ്വാപ്പിംഗ് നടക്കുന്നുണ്ടാവും, അതിനെ നമ്മൾ സ്വാപ്പിംഗ് എന്നും പറയും. മനസ്സിലായോ? അപ്പം ഹാർഡ്വെയർ ട്രാൻസ്ലേറ്റ് ദി വെർച്വൽ അഡ്രസ്സസ് ടു ഫിസിക്കൽ അഡ്രസ് ബൈ എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് മാനേജ്ഡ് ടേബിൾ, ആൻഡ് ദാറ്റ് മാനേജ് ടേബിളിനെയാണ് നമ്മൾ പേജ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പം പേജിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ ഒരു ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും പറഞ്ഞു കഴിഞ്ഞാൽ, വെർച്വൽ മെമ്മറിയുടെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബേസിക്കലി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് അലൗസ് ദ വെർച്വൽ സിസ്റ്റം ടു റൺ ലാർജ് പ്രോഗ്രാംസ് ഓർ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് സൈമൾട്ടേനിയസ്ലി. നമുക്ക് ഇനഫ് ആയിട്ടുള്ള മെയിൻ മെമ്മറി ഇല്ല എങ്കിൽ കൂടിയും ലാർജ് പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യാൻ, കുറെ പ്രോഗ്രാംസ് സൈമൾട്ടേനിയസ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ പറഞ്ഞാൽ മെമ്മറിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ വെർച്വൽ അഡ്രസ് യൂസ് ചെയ്താണ് ഓരോ പ്രോഗ്രാമും ഓപ്പറേറ്റ് ചെയ്യുക. അപ്പം ബാക്കിയുള്ള പ്രോഗ്രാംസിൽ നിന്ന് ഇത് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, ബാക്കിയുള്ള അഡ്രസ്സുകളും ഇതൊന്നും മിക്സപ്പ് ആവില്ല. മൂന്നാമത്തെ എഫിഷ്യൻസി മൾട്ടി ടാസ്കിങ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം റാമിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയുന്നത് തന്നെ മൾട്ടി ടാസ്കിങ് ആണ്. അതിനകത്ത് ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താണ്, വെർച്വൽ മെമ്മറിയാണ് ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അടുത്തെന്ന് പറയുന്നത് ഇപ്പം വെർച്വൽ മെമ്മറിക്കകത്ത് നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫിഷ്യന്റ് ആയിട്ട് ഇത് പ്രോസസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് വരുന്നത് ലിമിറ്റേഷൻസ് ഓഫ് വെർച്വൽ മെമ്മറി ആണ്. ലിമിറ്റേഷൻസ് വരുന്നത് ഫസ്റ്റ് വൺ, സ്ലോ പെർഫോമൻസ്. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഹാർഡ് ഡ്രൈവ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹാർഡ് ഡ്രൈവ്സ് റാമിനേക്കാളും സ്ലോവർ ആയിരിക്കും. ആൻഡ് ദേ ക്യാൻ സ്ലോ ഡൗൺ ദ ഓവറോൾ സിസ്റ്റം പെർഫോമൻസ്, എസ്പെഷ്യലി വെൻ ഹെവി സ്വാപ്പിംഗ് ഒക്കെ ഒക്കർ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഓവർലോഡ് ആയിരിക്കും വരുന്നത്. അത് കാരണം പെർഫോമൻസ് സ്ലോവർ ആവാൻ സാധ്യതയുണ്ട്. ഡിസ്ക് വെയർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ദാറ്റ് ഈസ് എക്സസീവ് ആയിട്ടുള്ള പേജിങ് കാരണം എന്ത് ചെയ്യും, ഡിസ്ക് വെയർ ഔട്ട് ചെയ്യും ഓവർ ടൈം, ആൻഡ് ആസ് റൈറ്റിംഗ് ഡേറ്റ ഫ്രീക്വന്റ്ലി ക്യാൻ റെഡ്യൂസ് ദ ലൈഫ് സ്പാൻ ഓഫ് ദ ഡ്രൈവ്. അങ്ങനെ ഇത്രയും ആണ് മെയിൻ വെർച്വൽ മെമ്മറിയുടെ ലിമിറ്റേഷൻസും വരുന്നത്. അപ്പം ഇത്രയും പോർഷനിൽ നമ്മളിപ്പം എന്തൊക്കെയാ ആദ്യം കണ്ടത്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ നോക്കി, പിന്നീട് എക്സാമ്പിൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു, CPU എന്താണ്, അതിന്റെ പാർട്സ് എന്താണെന്ന് നോക്കി, മെയിൻ പാർട്സ് CPU 3 നമ്മൾ കണ്ടു, ആൻഡ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് CPU നോക്കിയിട്ടുണ്ടായിരുന്നു, മെമ്മറി എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെമ്മറി നമ്മൾ നോക്കി, ടൈപ്സ് ഓഫ് മെമ്മറി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു 3, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി ആൻഡ് ടെർഷ്യറി മെമ്മറി വരുന്നുണ്ട്, ആൻഡ് മെമ്മറി ഹൈറാർക്കി ഡിസൈൻ വരുന്നുണ്ട്. അതിന്റെ 4 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. ലെവൽസ് ഓഫ് മെമ്മറി ഹൈറാർക്കി, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ വരുന്നത് രജിസ്റ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞു, 3 ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാഷെ മെമ്മറി എന്താണ് അതിന്റെ യൂസ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് എവിടെ നിന്നാണ് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാഷെ മെമ്മറി പറഞ്ഞു, അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ കാണിച്ചു. പിന്നെ ടൈപ്സ് വരുന്നുണ്ട്, 3 ലെവൽ ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ കണ്ടു. റാം വരുമ്പോൾ എങ്ങനെയാണ്, റാമിന്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. പിന്നീട് അത് കഴിഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റാം പറഞ്ഞു, ടൈപ്സ് ഓഫ് റാം പറഞ്ഞു, SRM-ഉം DRM-ന്റെയും കാര്യം നമ്മൾ പറഞ്ഞു. ആൻഡ് ഓൾസോ ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞു. വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ എങ്ങനെയാണെന്ന് ഡീൽ ചെയ്തു, അതിന്റെ ഡെഫിനിഷൻ നോക്കി. ആൻഡ് ഓൾസോ ഹൗ ഡസ് ദ വെർച്വൽ മെമ്മറി വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. മെമ്മറി പേജിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലൂടെയാണ്. ആൻഡ് ഓൾസോ സ്വാപ്പിംഗ് ഉണ്ട്. ആൻഡ് വെർച്വൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും ഇതിന്റെ വെർച്വൽ മെമ്മറിയുടെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും പോർഷൻസ് ആണ് ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമ്മളിപ്പം പ്രീവിയസ് ക്വസ്റ്റ്യനകത്ത് ഫസ്റ്റ് മെമ്മറി ഹൈറാർക്കി ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലെയിനിങ് ദ ഫംഗ്ഷൻസ് ഓഫ് രജിസ്റ്റേഴ്സ്, ക്യാഷെ മെമ്മറി, റാം ആൻഡ് വെർച്വൽ മെമ്മറി, ഈ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ഹാർഡ്വെയർ ആർക്കിടെക്ചർ, നമുക്ക് കുറച്ചും കൂടെ ആർക്കിടെക്ചർ ഉണ്ട്, കുറച്ചും കൂടെ ഉണ്ട്. ഇപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് പെരിഫറൽസ് വരുന്നുണ്ട്, മദർ ബോർഡ് വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് ഹാർഡ്വെയർ ആർക്കിടെക്ചറിന് പോകുമ്പോൾ ആ ക്വസ്റ്റ്യന്റെ കാര്യങ്ങളും കൂടെ കഴിയും.
അപ്പം ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ റിവൈസ് ആൻഡ് കം. സോ ബൈ.